അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ത്വലാഖിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്വലാഖിൻ്റെ സ്വരീഹായിട്ടുള്ള പദങ്ങൾ, കിനായത്തായിട്ടുള്ള പദങ്ങൾ, ത്വലാഖ് ചൊല്ലാൻ മറ്റൊരാളെ തൗക്കീലാക്കുന്നത്, ഭാര്യയെ തന്നെ തഫ്വീള് നടത്തുന്നത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓതാനുള്ളത് ഫർഉൻ ഫി ഹുക്മിൽ മുത്തല്ലഖത്തി ബിസലാസി, 3 പ്രാവശ്യവും ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയുടെ ഹുക്മിനെ സംബന്ധിച്ച് പറയുന്ന ഫർആണ് എന്നർത്ഥം. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, ഒരു സ്വതന്ത്രനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് തൻ്റെ ഭാര്യയെ മാക്സിമം 3 പ്രാവശ്യവും, അടിമയായ വ്യക്തിയാണെങ്കിൽ അയാൾക്ക് തൻ്റെ ഭാര്യയെ മാക്സിമം 2 പ്രാവശ്യവും ത്വലാഖ് ചൊല്ലാനുള്ള അവകാശമുണ്ട്. അത് ചൊല്ലുന്നതോടുകൂടെ അവൾ ബായിനത്തായി മാറുന്നതാണ്. ഇവർ തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെടുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അതിൽ കുറവ് ത്വലാഖുകളാണ് ചൊല്ലുന്നത് എങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ റജഇയ്യത്ത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവളുടെ ഇദ്ദാ കാലാവധിയിൽ അവളെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഈ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വത്ത് നടന്നിട്ടില്ല എങ്കിൽ, അവർ തമ്മിൽ കിടപ്പറ പങ്കിട്ടിട്ടില്ല എങ്കിൽ പിന്നീട് ഒറ്റ ത്വലാഖോട് കൂടെ തന്നെ ആ ഭർത്താവ് ആ ഭാര്യയെ ഒരു ത്വലാഖ് ചൊല്ലുന്നതോടുകൂടെ തന്നെ അവൾ ബായിനത്തായി മാറുന്നതാണ്. അതായത് പിന്നീട് അവളെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഈ ഭർത്താവിനുണ്ടായിരിക്കുന്നതല്ല. വേണമെങ്കിൽ എന്ത് നടത്താവുന്നതാണ്, മറ്റൊരു നിക്കാഹിലൂടെ, മറ്റൊരു അഖ്ദ് നടത്തിക്കൊണ്ട് ആ സ്ത്രീയെ ഈ ഭർത്താവിന് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന് മാത്രം. ഓക്കെ, ഏതായാലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലുന്നു, അടിമയാണെങ്കിൽ 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലുന്നു. ഓക്കെ, അതിനുശേഷം പിന്നെയും ആ ഭാര്യയെ തന്നെ ഇവന് വേണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ സെയ്ദ് തൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷയെ 3 പ്രാവശ്യവും ത്വലാഖ് ചൊല്ലി. പിന്നീട് ഈ സെയ്ദിന് തോന്നുകയാണെന്ത്, ആയിഷയെ ഇനിയും എനിക്ക് ഭാര്യയായിട്ട് വേണം എന്ന് സെയ്ദിന് തോന്നുകയാണെങ്കിൽ അവിടെ ആ ആയിഷ തഹല്ലുലാകൽ നിർബന്ധമാണ്. നമ്മൾ ഇതിനു മുമ്പും തഹല്ലുലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതായാലും അതിനെക്കുറിച്ചുള്ള വിശദ വിവരമാണ് ഇവിടെ വരുന്നത്. തഹല്ലുൽ എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അതായത് സെയ്ദ് ആയിഷയെ ത്വലാഖ് ചൊല്ലി കഴിഞ്ഞല്ലോ, 3 പ്രാവശ്യവും ത്വലാഖ് ചൊല്ലി. അതിനുശേഷം നടക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സെയ്ദിൽ നിന്നുള്ള ആ ആയിഷയുടെ ഇദ്ദ കഴിയണം. ഓക്കെ, രണ്ടാമതായിട്ട് ആയിഷയെ മറ്റൊരാൾ വിവാഹം കഴിക്കണം. ഉദാഹരണത്തിന് അംർ ഈ ആയിഷയെ സ്വഹീഹായ രീതിയിൽ തന്നെ നിക്കാഹ് നടത്തണം. മൂന്നാമതായിട്ട് ഈ അംറും ആയിഷയും തമ്മിൽ കിടപ്പറ പങ്കിടണം, വത്ത് സംഭവിക്കണം എന്നർത്ഥം. ഓക്കെ, നാലാമത്തതായിട്ട് ഇവർ തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം, അംറും എന്നുള്ളതുപോലെ ഈ ആയിഷയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം വിച്ഛേദിക്കപ്പെടണം, അവർ തമ്മിൽ ബൈനൂനത്തുണ്ടാകണം. അഞ്ചാമത്തതായിട്ട് ആയിഷ ഈ അംറിൽ നിന്നുള്ള ഇദ്ദാ കാലാവധിയും പൂർത്തീകരിച്ചിരിക്കണം. ഈ 5 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ പിന്നീട് സെയ്ദിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആയിഷയെ വീണ്ടും വിവാഹം ചെയ്യാൻ പാടുള്ളൂവെന്നർത്ഥം. ഇത്തരത്തിലുള്ള ഒരു കാർക്കശ്യം ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പുലർത്താനുള്ള ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം. ഒരാളും തൻ്റെ ഭാര്യയെ 3 പ്രാവശ്യവും ത്വലാഖ് ചൊല്ലരുത്. അങ്ങനെ ത്വലാഖ് ചൊല്ലിയാൽ പിന്നീട് അവളെ കിട്ടണമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ത്വലാഖിനെ അത്രത്തോളം ഗൗരവമേറിയിട്ടാണ് ഇസ്ലാം കാണുന്നത്. അഥവാ ഒരാൾക്ക് തൻ്റെ ഭാര്യയോട് കൂടുതൽ കാലം കൊണ്ടുപോകാൻ കഴിയൂല, ഇനിയും ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അവസ്ഥ വീണ്ടും മോശമാകും എന്ന് തോന്നിയെങ്കിലും ഒറ്റ ത്വലാഖോ അല്ലെങ്കിൽ 2 ത്വലാഖോ മാത്രമേ ചൊല്ലാവൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും കിതാബിലേക്ക് നോക്കാം. ഹറുമ ലിഹുരിൻ, ഒരു സ്വതന്ത്രനായിട്ടുള്ള വ്യക്തിക്ക് ഹറാമാണ്. മൻ ത്വല്ലഖഹ, അവൻ ത്വലാഖ് ചൊല്ലിയിട്ടുള്ള സ്ത്രീയെ ഹറാമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിവാഹം കഴിക്കൽ ഹറാമാണ്. സലാസൻ, ഓക്കെ, 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കൽ ഹറാമാണ്. വലോ ഖബലൽ വത്ഇ, അത് വത്ത് നടക്കുന്നതിന് മുമ്പാണെങ്കിലും ശരി. അപ്പോൾ വത്ത് നടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള സെയ്ദും ആയിഷയും ഭാര്യാഭർത്താക്കന്മാരാണ്, അവർ തമ്മിൽ വത്ത് നടന്നിട്ടില്ല. ഓക്കെ, ഈ അവസരത്തിൽ സെയ്ദ് അവളോട് അന്തി തോലിഖുൻ സലാസൻ എന്ന് പറഞ്ഞാലും ഇതേ ഹുക്മ തന്നെയാണ് വരുന്നത് എന്നർത്ഥം. അതായത് പിന്നീട് ഈ സെയ്ദിനെ അവളെ വിവാഹം കഴിക്കണമെങ്കിൽ തഹല്ലുലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു മസ്അല പഠിച്ചിരുന്നു. അതായത് വത്ത് നടക്കുന്നതിന് മുമ്പ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഞാൻ നിന്നെ 1 ത്വലാഖ് ചൊല്ലി ത്വൽഖത്തൻ ബൽ ത്വൽഖത്തൈനി എന്ന്
എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ ത്വലാഖേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ആ ത്വലാഖോട് കൂടെ തന്നെ അവൾ ബായിനത്തായിട്ട് മാറുന്നുണ്ട്. പിന്നീടുള്ള 2 ത്വലാഖ് അവളെ ബാധിക്കുകയില്ല എന്ന് പഠിച്ചിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അന്തി തോലിഖുൻ സലാസൻ എന്നാണ് ഭർത്താവ് ആദ്യമേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ആ ഭാര്യയ്ക്ക് സംഭവിക്കുന്നതാണ്. ഇനി അന്തി തോലിഖുൻ എന്നാണ് പറയുന്നത് എങ്കിലോ ആദ്യത്തെ ത്വലാഖ് മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാരണം അതോടുകൂടെ തന്നെ ആ ഭാര്യ ബായിനത്തായിട്ട് മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഏതായാലും ഹുറായിട്ടുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ ഭാര്യയെ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയാൽ അവളെ പിന്നീട് നിക്കാഹ് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. വലി അബ്ദിൻ മൻ ത്വല്ലഖഹാ സിൻതൈനി. ഓക്കെ, ഇനി അടിമക്കും ഹറാമാണ്. മൻ ത്വല്ലഖഹാ സിൻതൈനി, അവൻ 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് ഇനി ശ്രദ്ധിക്കുക. വയുഖ്ബലു ഫീഹി, ത്വലാഖിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുന്നതാണ് ഷഹാദത്തു അബിൽ മുത്തല്ലഖത്തി വബിനിഹ, ത്വലാഖ് ചൊല്ലപ്പെട്ട ആയിഷ എന്നുള്ള സ്ത്രീയുടെ ഉപ്പയുടെയും മകൻ്റെയും ഷഹാദത്ത് ത്വലാഖിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുന്നതാണ്. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ വാദിയാകാൻ സാധ്യതയുള്ള ആളാണ് മുത്തല്ലഖത്തായിട്ടുള്ള സ്ത്രീ എന്നുള്ളത്. എന്നാൽ ആ സ്ത്രീയുടെ തന്നെ ഉപ്പയും മകനും സാക്ഷി നിന്നാൽ ത്വലാഖിൻ്റെ വിഷയത്തിൽ അത് സ്വീകാര്യമാണ്. ഏതവസരത്തിൽ ഷഹിദ ഹിസ്ബത്തൻ, അള്ളാഹുവിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ 2 പേരും സാക്ഷി നിൽക്കുന്നത് എങ്കിൽ. ഓക്കെ, എന്നതല്ലാതെ ഒരു വാദിയും പ്രതിയും ഉണ്ടായി അതൊരു കേസായിട്ട് മാറി അതിനുശേഷം ഇവർ 2 പേരും സാക്ഷി നിൽക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും ഒരു ധാരണയുണ്ടാകുമെന്ന് സ്വന്തം മകളുടെ കൂടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള ഒരു ധാരണ അവിടെ ഉണ്ടാകും. ആ അവസരത്തിൽ അവരുടെ വാദം നമ്മൾ സ്വീകരിക്കുന്നതല്ല, അവർ സാക്ഷി നിന്നാൽ അത് പരിഗണിക്കുന്നതല്ല. മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ്, ഒരു വാദം ഉടലെടുക്കുന്നതിന് മുമ്പ് അവർ വന്നിട്ട് കോടതിയെ സമീപിക്കുകയാണ്. ഇസ്ലാമിക ഖാളിയോട് പറയുകയാണ് ഇവർ 2 പേരും ഇനി ഒരുമിച്ച് ജീവിക്കുന്നത് ശരിയല്ല, മറിച്ച് അവളെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കാം. വലൗ തആറദത് ബയ്യിനത തഅലീഖിൻ വ തൻജീസിൻ ഖുദ്ദിമത്തിൽ ഊല. ഇനി ഭർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ തഅലീഖായിട്ടുള്ള ത്വലാഖാണ് നടത്തിയിട്ടുള്ളത്, അതായത് അടുത്ത റമളാൻ വന്നാൽ ഞാൻ ത്വല്ലഖ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? ഭർത്താവ് പറയുന്നത്. എന്നാൽ ഭാര്യ പറയുന്നതോ ത്വല്ലഖ്തു എന്ന് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അടുത്ത റമളാൻ വന്നാൽ എന്നുള്ള ഒരു തഅലീഖ് നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഭാര്യ പറയുന്നത്. എന്നാൽ അതാണ് വലൗ തആറദത്ത്, തആറുദായിട്ട് വന്നാൽ ബയ്യിനത തഅലീഖിൻ വ തൻജീസിൻ. ഓക്കെ, തഅലീഖാണെന്ന് പറയുന്ന ഭർത്താവിൻ്റെയും തൻജീസാണെന്ന് പറയുന്ന ഭാര്യയുടെയും 2 ബയ്യിനത്തുകൾ തആറുദായി വന്നാൽ 2 പേരും അവർക്കുള്ള ബയ്യിനത്തുമായിട്ട് സാക്ഷികളുമായിട്ട് വന്നാൽ ഖുദ്ദിമത്തിൽ ഊല, ബയ്യിനത തഅലീഖാണ്, തഅലീഖിൻ്റെ 2 ബയ്യിനത്തുകളാണ് മുന്തിക്കപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താ? ലിഅന്ന മഅഹ, കാരണം ആ ബയ്യിനത്തിനോടൊപ്പമുണ്ട് സിയാദത്തു ഇൽമിൻ, കൂടുതൽ ഒരു അറിവുണ്ട്, ബി സമാഇ തഅലീഖ്, തഅലീഖ് കൂടി കേട്ടിട്ടുണ്ട് എന്നുള്ള. ഓക്കെ, അതായത് ഭാര്യ കൊണ്ടുവരുന്ന സാക്ഷികൾ ത്വല്ലഖ്തുകി എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റേ ഭർത്താവ് കൊണ്ടുവരുന്ന തഅലീഖാണ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവരുന്ന ബയ്യിനത്ത് എന്തായിരിക്കും? ത്വല്ലഖ്തുകി ഇൻ ജാഅ റമളാനു എന്നുകൂടി അവർ കേട്ടിട്ടുണ്ട് എന്നുള്ള സിയാദത്ത് ഇൽമ് അവർക്കുണ്ടായതിനാൽ തന്നെ തഅലീഖ് ആയിട്ടാണ് ത്വലാഖ് സംഭവിച്ചത് എന്ന് പറയുന്നവൻ്റെ ബയ്യിനത്തുകളാണ് സ്വീകരിക്കപ്പെടുന്നത്, മുന്തിക്കപ്പെടുന്നത് എന്നർത്ഥം. ബിക്കറി എങ്ങനെയാണ് മുത്തല്ലഖത്തും ബിസലാസ് ആകുന്നത് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അതായത് സെയ്ദ് ആയിഷയെ വിവാഹം കഴിക്കുന്നു, വത്തുവിന് മുമ്പ് തന്നെ അന്ത്യ തോലിഖുൻ സലാസൻ എന്ന് പറയുന്നു. ഓക്കെ, അല്ല എങ്കിൽ സെയ്ദ് ആയിഷ വിവാഹം കഴിച്ചു, വത്തുവിന് മുമ്പ് 1 പ്രാവശ്യം ത്വലാഖ് ചൊല്ലി, പിന്നെ അടുത്ത നിക്കാഹ് കഴിച്ചു, വീണ്ടും ത്വലാഖ് ചൊല്ലി, വീണ്ടും നിക്കാഹ്, വീണ്ടും ത്വലാഖ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ബിക്കർ എങ്ങനെയാകുന്നത്? മുത്തല്ലഖത്തും ബിസലാസ് ആകുന്നത്. ഓക്കെ, ഏതായാലും ആ ഈലാജിനുള്ള ആ ഖുബുലിൽ ഹഷഫ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഒരു ഷർത്താണ് അടുത്തത് പറയുന്നത്. വശുരിത്ത കൗനുൽ ഈലാജി, വശുരിത്ത കൗനു എന്ന് തന്നെ അത് വായിക്കണം. വശുരിത്ത കൗനുൽ ഈലാജി, ആ ഹഷ്ഫയെ പ്രവേശിപ്പിക്കുന്നത് ആകൽ നിബന്ധനയാണ്. ബിൻതിഷാറിൽ ദക്കരി, ദക്കറിന് ലിംഗത്തിന് ഒരു ഉണർവോടുകൂടെയായിരിക്കണം. അതായത് തൂങ്ങിക്കിടക്കുന്ന രൂപത്തിലാകരുത്, മറിച്ച് ഒന്ന് ഉണർവോടുകൂടെ ഉന്മേഷത്തോടു കൂടെ ആയിരിക്കണം എന്നർത്ഥം. ഐ മാഹു ബിൻതിഷാറിൻ എന്ന് പറഞ്ഞാൽ മഅൻതിഷാറിൻ എന്നാണ് അർത്ഥം. വ ഇൻ ഖല്ല, ആ ഇന്തിഷാർ എത്ര കുറഞ്ഞാലും ശരി. ഔ ഉഈന ബിനഹ്വി ഉസ്ബുഇൻ, ഓക്കെ, വലിയ ഇന്തിഷാറൊന്നുമില്ല, പിന്നീട് ഖുബുലിൽ
പ്രവേശിപ്പിക്കാൻ എന്ത് പോലാത്തത് കൊണ്ട്, വിരൽ പോലാത്തത് കൊണ്ട് ആ ദക്കർ സഹായിക്കപ്പെട്ടാലും ശരി ചെറിയ ഇന്തിഷാറോട് കൂടെയെങ്കിലും ആയിരിക്കണം ആ വത്ത് നടക്കേണ്ടത്. എന്നാൽ വലാ ഇഷ്തറത്തു ഇൻസാലുൻ, ഇന്ദ്രിയ സ്ഖലനമുണ്ടാകൽ ഷർത്താക്കപ്പെടുന്നില്ല. ഓക്കെ, വദാലിക, ഇങ്ങനെയൊക്കെ വേണമെന്ന് മുതല്ലഖത്തും ബിസലാസത്തായിട്ടുള്ള സ്ത്രീയെ വീണ്ടും കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തഹല്ലുലാകണം എന്നൊക്കെ പറയുന്നത് ലിൽ ആയത്തി, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്താണത്. 23 അല്ല 230-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫഇൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു എന്ന്. ഓക്കെ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ഫഖഹാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി വൽ ഹിക്മത്തു ഫി ഇഷ്തിറാത്തി തഹ്ലീലി, ഇങ്ങനെ ഒരു തഹല്ലുലാകണം എന്നുള്ളത് ഷർത്താണ് എന്ന് പറയാനുള്ള ഹിക്മത്ത്, ഇതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അത്തംഫീറു, വെറുപ്പിക്കലാണ്. മിൻ ഇസ്തിഫാഇ മാ യംലികുഹു മിന ത്വലാഖ്. ഓക്കെ, ഒരാൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ത്വലാഖ് മുഴുവനും പൂർത്തിയാക്കി വീട്ടുന്നതിൽ നിന്നും വെറുപ്പിക്കലാണ് എന്നർത്ഥം. അതായത് ഒരിക്കലും 3 ത്വലാഖും ചൊല്ലാൻ പാടില്ല. അടിമയാണെങ്കിൽ അവൻ ഉടമപ്പെടുത്തുന്ന 2 ത്വലാഖും ചൊല്ലാൻ പാടില്ല എന്നറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തഹല്ലുൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഷർത്താക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും ഒരു സ്ത്രീ തഹല്ലുലായിട്ടുണ്ടോ, മറ്റൊരു ഭർത്താവ് താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് അവൾ എന്താണോ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത് മുത്തല്ലഖത്തായിട്ടുള്ള സ്ത്രീയുടെ ഖൗല് സ്വീകരിക്കപ്പെടുന്നതാണ് ഫീ തഹ്ലീലിൻ വൻഖിലാഇ ഇദ്ദത്തിൻ. ഓക്കെ, അവൾ തഹല്ലുലായിട്ടുണ്ട് എന്നിട്ട് അംറിൽ നിന്നുള്ള അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വിഷയത്തിൽ ഇന്ദ ഇംകാനിൻ, അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടാകുന്ന അവസരത്തിൽ. ഓക്കെ, സെയ്ദ് അവളെ ഇന്നാണ് ത്വലാഖ് ചൊല്ലിയിട്ടുള്ളത്, പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് പറയാണ് ഞാൻ അമ്രുമായിട്ട് വിവാഹം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ തഹല്ലുലായിട്ട് ഇദ്ദയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാകൂല. മറിച്ച് ഇദ്ദ കാലാവധി കഴിയാനൊക്കെയുള്ള ആ സമയമൊക്കെ ആയതിന് ശേഷം അവൾ വന്നിട്ട് എൻ്റെ തഹല്ലുലായിട്ടുണ്ട്, എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. വഇൻ കദ്ദബഹ സാനി, രണ്ടാമത്തെ ഭർത്താവ് അവളെ കളവാക്കിയാലും ശരി അവളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഫി വത്ഇഹി ലഹ, അവൻ അവളെ വത്ഇ ചെയ്തിട്ടില്ല എന്ന് അവൻ അവളെ കളവാക്കിയാലും ശരി എന്താണ്, അവളുടെ ഖൗലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താ? ലിഉസ്രി ഇസ്ബാത്തിഹി, ആ വത്ത് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ പ്രയാസമായത് കാരണത്താൽ. ഓക്കെ, അതൊക്കെ മറയോടുകൂടെ ചെയ്യുന്നതാണല്ലോ വത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പരിഗണിക്കുന്നത് ആ സ്ത്രീയുടെ ഖൗലാണ്. ആ രണ്ടാം ഭർത്താവ് വന്നിട്ട് അവളെ എതിർത്താലും ശരി. ഓക്കെ, ഇനി അടുത്തത് അത്തരത്തിൽ ഒരു സ്ത്രീയും എന്നുള്ളതുപോലെ ഭർത്താവും തമ്മിലുള്ള തർക്കം നടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് സ്ത്രീയുടെ ഖൗലായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക. വൈദദ്ദഅതി നികാഹൻ വൻഖിലാഇ ഇദ്ദത്തിൻ, ഒരു സ്ത്രീ വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അമ്രുമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതുപോലെ എൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഹലഫത് അലൈഹിമ, എന്നിട്ട് അവ രണ്ടിൻ്റെയും മേലിൽ അവൾ സത്യം ചെയ്യുകയും ചെയ്താൽ ജാസലി സൗജിൽ അവലി, ഒന്നാമത്തെ ഭർത്താവിന് ജായിസാണ് നിക്കാഹുഹ, അവളെ വിവാഹം കഴിക്കാവുന്നതാണ്, സെയ്ദിനെ അവളെ വിവാഹം കഴിക്കാവുന്നതാണ്. വഇൻ ലന്ന കദിബഹ, ഈ സെയ്ദ് അവൾ നുണയാണ് പറയുന്നത് എന്ന് ഭാവിച്ചാലും ശരി. ഓക്കെ, ആദ്യം സെയ്ദിന്റെ ഭാര്യയായിരുന്നല്ലോ ആയിഷ ആദ്യമേ കളവ് പറയുന്ന സ്ത്രീയാണെന്നൊക്കെ ഇവനൊരു ഭാവനയുണ്ടായാലും ശരി, അവളുടെ ഖൗലിന്റെ അടിസ്ഥാനത്തിൽ, അവൾ സത്യം ചെയ്തത് അടിസ്ഥാനത്തിൽ അവളെ നിക്കാഹ് ചെയ്യൽ സെയ്ദിന് ജായിസാണ്. കാരണം എന്താ? ലിഅന്നൽ ഇബ്റത ഫിൽ ഉഖൂദി, അഖദിന്റെ വിഷയത്തിൽ, ഇടപാടുകളുടെ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ബിഖൗലി അർബാബിഹ, ആ ഉഖൂദിന്റെ ആളുകളുടെ, അതിന്റെ സ്വാഹിബീങ്ങളുടെ ഖൗല് കൊണ്ടാണ്. ഇവിടെ ആ നിക്കാഹ് എന്നുള്ള അഖദിന്റെ സ്വാഹിബാരാണ്? ആ ഭാര്യയാണ്, ആ സ്ത്രീയാണ്. അപ്പോൾ അവളുടെ ഖൗലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. വലാ ഇബ്റത ബിളന്നിൻ ലാ മുസ്തനദ ലഹു, ഒരു അടിസ്ഥാനവുമില്ലാത്ത ഈ സെയ്ദിന്റെ ഭാവനക്ക്, അവൾ കളവ് പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭാവനക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉഖൂദിന്റെ വിഷയത്തിൽ, ഇടപാടുകളുടെ വിഷയത്തിൽ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലവിദ്ദാനിൽ വത്അ വ അൻകറതുഹു, രണ്ടാമത്തെ ഭർത്താവ്, നമ്മുടെ ഉദാഹരണത്തിൽ അമ്ര് പറഞ്ഞു എന്ത്? ഞാൻ അവളെ വത്അ ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷേ ഭാര്യ അത് നിഷേധിക്കുകയും ചെയ്താൽ ലം തഹില്ല ലിൽ അവ്വലി, ഒന്നാമത്തെ ഭർത്താവിന് ഈ സെയ്ദിന് അവൾ ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ സെയ്ദ് അവളെ വിവാഹം കഴിച്ചാൽ അത് ശരിയാവുകയില്ല.
ഓക്കെ. ഇനി വലു കാലത്തെ, ഇനി അവൾ പറയുകയാണ് എന്ത്, ലം അൻകിഹ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അമ്രുമായിട്ട് മറ്റൊരാളുമായിട്ട് ഞാൻ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. പിന്നീട് സുമ്മ കദ്ദബത് നഫ്സഹ വദ്ദഅത് നികാഹൻ ബിശർത്തിഹി, പിന്നീട് അവൾ പറഞ്ഞു എന്ത്, ഞാൻ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നുണയാണ്. സുമ്മ കദ്ദബത് നഫ്സഹ, പിന്നെ അവളെ തന്നെ അവൾ കളവാക്കി, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നില്ല, മറിച്ച് വദ്ദഅത് നികാഹൻ, എന്നിട്ട് അവൾ ഞാനൊരു നിക്കാഹ് കഴിച്ചിട്ടുണ്ട്, അമ്രുമായിട്ട് എൻ്റെ വിവാഹം നടന്നിട്ടുണ്ട് എന്ന് വാദിച്ചു. ബിശർത്തിഹി, ആ നിക്കാഹിൻ്റെ എല്ലാ ഷർത്തോടും കൂടെ. നിക്കാഹിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഏത് നിക്കാഹാണിത്, സെയ്ദിന് തന്നെ അവളെ നിക്കാഹ് നടത്തേണ്ട ആ നിക്കാഹുണ്ടല്ലോ, സെയ്ദ് അവളെ നടത്താനുള്ള നിക്കാഹിൻ്റെ ഷർത്തോടു കൂടെ എന്നാണ് ആ ലൊമീർ മടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ വദ്ദഅത് നികാഹൻ ബിശർത്തിഹി എന്ന് പറഞ്ഞാൽ അവളുടെ സെയ്ദിൽ നിന്നുള്ള ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ അമ്രുമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്, അമ്ര തന്നെ വത്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇദ്ദയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആ ഭാര്യ പിന്നീട് പറഞ്ഞാൽ ജാസലിൽ അവ്വലി നിക്കാഹുഹ ഇൻ സദ്ദഖഹ, സെയ്ദിന് അവളെ വിശ്വാസമുണ്ട് എങ്കിൽ അവന് അവളെ നിക്കാഹ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല, ജായിസാണ് എന്നർത്ഥം. ഓക്കെ. ഇനി പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അവൾ ആദ്യം പറഞ്ഞു എൻ്റെ തഹല്ലുലൊക്കെ ആയിട്ടുണ്ട് എന്ന്, പിന്നീടാണ് അവൾ പറയുന്നത് ആയിട്ടില്ലായിരുന്നുവെന്ന്. ഓക്കെ. ഇങ്ങനെയെങ്കിൽ അവിടുത്തെ മസ്അല എന്താണ്, വലു അഖ്ബറത്ഹു അയിൽ മുത്തല്ലഖത്തായിട്ടുള്ള ആയിഷ ഒന്നാം ഭർത്താവിനോട്, സൗജഹൽ അവ്വല ഒന്നാമത്തെ ഭർത്താവിനോട് പറഞ്ഞു, അന്നഹ തഹല്ലലത്ത്, അവൾ അമ്രുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടിട്ട് എല്ലാ ഷർത്തുകളോടും കൂടെ തഹല്ലുലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ റജഅത്ത്, പിന്നീട് അവൾ തൻ്റെ വാദത്തെ തിരിച്ചെടുത്തു. വകദ്ദബത് നഫ്സഹ, തൻ്റെ നഫ്സിനെ കളവാക്കുകയും ചെയ്താൽ, അതായത് തഹല്ലുലായിട്ടില്ലായിരുന്നുവെന്ന് പറഞ്ഞാൽ ഖുബിലത്ത് ദഅവാഹ ഖബ്ല അഖദിൻ അലൈഹാ ലിൽ അവ്വലി. ഓക്കെ. സെയ്ദ് അവളെ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ, അവൾ തഹല്ലുലായിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് സെയ്ദ് അവളെ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ, ആ വിവാഹത്തിന് മുമ്പ് ആണ് എങ്കിൽ അവളുടെ വാദം സ്വീകരിക്കപ്പെടുന്നതാണ്. അതായത് അവൾ തഹല്ലുലായിട്ടില്ല എന്നാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ. ഖുബിലത്ത് ദഅവാഹ, ആ മുത്തല്ലഖത്തിൻ്റെ ആയിഷയുടെ വാദം സ്വീകരിക്കപ്പെടുന്നതാണ്. ഖബ്ല അഖദിൻ അലൈഹ, അവളുടെ മേൽ അഖദ് നടക്കുന്നതിന് മുമ്പ്, ലിൽ അവ്വലി ഒന്നാമത്തെ ആൾക്ക്, അതായത് സെയ്ദ് അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളുടെ രണ്ടാം വാദം സ്വീകരിക്കപ്പെടുന്നതാണ്. ഫലാ യജൂസു ലഹു നിക്കാഹുഹ, അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് സെയ്ദ് അവളെ വിവാഹം കഴിച്ചാൽ അത് ശരിയാവുകയില്ല എന്നർത്ഥം. ലാ ബഅദഹു, ഈ ഒന്നാമത്തെയാൾ അതായത് സെയ്ദ് അവളെ അഖദ് നടത്തിയതിന് ശേഷം അവളുടെ വാദം സ്വീകരിക്കപ്പെടുന്നതല്ല എന്നർത്ഥം. ഐ ലാ യുഖ്ബലു ഇൻകാറുഹ തഹ്ലീല, തഹ്ലീലിൽ അവൾ നിഷേധിക്കുന്നത് സ്വീകരിക്കപ്പെടുകയില്ല. ബഅദ അഖദിൽ അവ്വലി, ഒന്നാം ഭർത്താവ് അവളുമായിട്ട് അഖദിൽ ഏർപ്പെട്ടതിന് ശേഷം, അവളെ വിവാഹം കഴിച്ചതിന് ശേഷം. കാരണം എന്താ, ലിഅന്ന റിളാഹ ബിനികാഹിഹി, അവൻ ആ സെയ്ദ് തന്നെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അവൾ തൃപ്തിപ്പെട്ടുവെന്നുള്ളത്. അതായത് അവൾ തഹല്ലുലായി എന്ന് പറഞ്ഞു, സെയ്ദ് അവളെ വിവാഹം കഴിച്ചു, അപ്പോഴൊന്നും അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, അവൾക്ക് അതെല്ലാം തൃപ്തിയായിരുന്നുവെന്നുള്ളത്. യതളമ്മനു, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അൽ ഇഅ്തിറാഫ ബിവുജൂദി തഹ്ലീലി, അവിടെ തഹ്ലീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾ സമ്മതിക്കുന്നതിനെ ആ ഒരു റിള ഉൾക്കൊള്ളുന്നുണ്ട്. അല്ല എങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ അവൾ പറയേണ്ടതായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് നുണയാണ് എന്ന്. ഓക്കെ. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ അവൾ നിഷേധിക്കുന്നത് നമ്മൾ പരിഗണിക്കുന്നതല്ല. ഫലാ യഖ്ബലു മിൻഹ ഖിലാഫുഹു, അതുകൊണ്ട് തന്നെ ആ ഇഅ്തിറാഫിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം പിന്നീട് ആ ഭാര്യയിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതല്ല, ആ നിക്കാഹ് അങ്ങനെ തന്നെ പോകുന്നതാണ് എന്നർത്ഥം. ഓക്കെ. വ ഇൻ സദ്ദഖഹ الثاني في عدم الإصابة. ഓക്കെ. ഞങ്ങൾ തമ്മിൽ വത്ത് നടന്നിട്ടില്ല എന്നുള്ള വിഷയത്തിൽ രണ്ടാം ഭർത്താവ് അവളെ സത്യമാക്കിയാലും ശരി, അഖദിന് ശേഷമാണ് എങ്കിൽ, സെയ്ദ് അവളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എങ്കിൽ അവളുടെ ഇൻകാർ നമ്മൾ സ്വീകരിക്കുന്നതല്ല എന്നർത്ഥം. കാരണം എന്താ, ലിഅന്നൽ ഹഖ, കാരണം അവളിലുള്ള അവകാശം തഅല്ലഖ ബിൽ അവ്വലി, അത് ഒന്നാം ഭർത്താവുമായിട്ട് ആ അഖദോട് കൂടെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സെയ്ദിനാണ് അവളിൽ ഇപ്പോൾ അവകാശമുള്ളത്. ഫലം തഖ്ദിർ ഹിയ വലാ മുസദ്ദിഖുഹ, അതുകൊണ്ട് തന്നെ അവൾക്കോ അവളെ സത്യമാക്കുന്നവനോ, അതായത് ഇവിടുത്തെ ആയിഷക്കോ അവളുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള അംറിനോ, അവളെ സത്യമാക്കുന്ന അംറിനോ സാധ്യമല്ല അലാ റഫ്ഇഹി, ആ ഒരു ഹഖിനെ ഉയർത്താൻ സാധ്യമല്ല. കമാ അഫ്താ ബിഹി ജംഉ മിൻ മശായിഖിൽ മുഹഖഖീന, മുഹഖഖീങ്ങളായിട്ടുള്ള നമ്മുടെ ധാരാളം മശായിഖന്മാർ, ഒരു കൂട്ടം മശായിഖന്മാർ ഫത്വ നൽകിയതുപോലെ. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് തത്തിമത്തിൽ പറയുന്നത് ഒരു ത്വലാഖ് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളാണ്
ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. തത്തിമ്മത്തുൻ ഫി മാ യസ്ബുത്ത് ബിഹി ത്വലാഖു, എന്തുകൊണ്ടാണ് ഒരു ത്വലാഖ് സ്ഥിരപ്പെടുന്നത് എന്നുള്ള വിഷയത്തിലുള്ള തത്തിമ്മത്താണ് പറയുന്നത്. ഓക്കെ, ഇന്നമാ യസ്ബുത്ത് ത്വലാഖു, തീർച്ചയായിട്ടും ത്വലാഖ് സ്ഥിരപ്പെടുന്നത് കൽ ഇഖ്റാറി ബിഹി, ആ ത്വലാഖ് കൊണ്ടുള്ള ഇഖ്റാർ സ്ഥിരപ്പെടുന്നത് പോലെ തന്നെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെയ്ദ് തൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ, അല്ലായെങ്കിൽ സെയ്ദ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള ഇഖ്റാറ്, സെയ്ദിൻ്റെ ഇഖ്റാറ് സ്ഥിരപ്പെടണമെങ്കിൽ അത് എങ്ങനെയാണ് വേണ്ടത്? ഇന്നമാ യസ്ബുത്തു ത്വലാഖു الإقرار به بشهادة رجلين حرين عدلين. ഓക്കെ, അദിലായിട്ടുള്ള നീതിമാനായിട്ടുള്ള അദാലത്തുള്ള എന്നുള്ളതുപോലെ സ്വതന്ത്രരായിട്ടുള്ള 2 പുരുഷന്മാർ സാക്ഷി നിൽക്കുന്നതോടെയേ ആ ത്വലാഖ് അല്ലെങ്കിൽ അതിൻ്റെ ഇഖ്റാർ സ്ഥിരപ്പെടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സെയ്ദ് ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ 2 ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ട് എന്ത് പറയണം? ഞാൻ സെയ്ദ് ആയിഷയെ ത്വലാഖ് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ സെയ്ദ് ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യം സെയ്ദ് ഇഖ്റാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിലും ഇതുപോലെ 2 പേർ വന്നിട്ട് ഞാൻ സെയ്ദ് ത്വലാഖ് ചൊല്ലി എന്ന് ഇഖ്റാർ നടത്തിയത് കേട്ടിട്ടുണ്ട് എന്ന് പറയണം. അതോടുകൂടെയേ ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 2 പുരുഷന്മാരായിരിക്കണം, അത് തന്നെ ഹുറായിരിക്കണം, അദിലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഫലാ യുഹ്കമു ബിവുഖൂഇഹി, അപ്പോൾ ആ ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിധിക്കപ്പെടുകയില്ല. ബിശഹാദത്തിൽ ഇനാസി, സ്ത്രീകൾ സാക്ഷി നിൽക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾ സാക്ഷി നിന്നാൽ ത്വലാഖ് സംഭവിച്ചുവെന്ന് പറയാവതല്ല, മറിച്ച് 2 പുരുഷന്മാർ തന്നെ വേണം. വലോ മഅ റജുലിൻ, ആ സ്ത്രീകൾ നിൽക്കുന്നത് ഒരു പുരുഷനോടൊപ്പമാണെങ്കിലും ശരി 2 പുരുഷന്മാർ ഉണ്ടായാലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഔ കുന്ന അർബാൻ. ഓക്കെ, ഇനി സ്ത്രീകൾ തന്നെ 4 പേരായാലും ശരി അത് നമ്മൾ പരിഗണിക്കുന്നതല്ല. നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഷഹാദത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഖൗലി പരിഗണിക്കപ്പെടുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാം കൂടുതലായിട്ട് പരിഗണിക്കുന്നത് ആ ഒരു സംഭവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകളെയാണ്. ഓക്കെ, ത്വലാഖ് എന്നൊക്കെയുള്ളത് പുരുഷന്മാരുടെ അവകാശമായതിനാൽ തന്നെ അതിലുള്ള ഷഹാദത്ത് ഇസ്ലാം പരിഗണിക്കുന്നത് പുരുഷന്മാരുടേതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സ്ത്രീ എന്ത് പറയുകയാണ്, തഹല്ലുലിനെ വാദിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, ഇങ്ങനെയായിരുന്നു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ പരിഗണിച്ചിരുന്നത് ആരെയായിരുന്നു? സ്ത്രീയെയായിരുന്നു അല്ലേ? കാരണം ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇസ്ലാം പരിഗണിക്കുന്നത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഖൗലാണ് അവിടെ നമ്മൾ മുന്തിക്കുന്നത്. ഓക്കെ, എന്നാൽ ത്വലാഖ് പോലത്തെ വിഷയങ്ങളിൽ കൂടുതൽ ആക്സസ് ഉള്ളത് പുരുഷന്മാർക്കായതിനാലാണ് പുരുഷന്മാരെ നമ്മളിവിടെ എന്തായിട്ട് പരിഗണിക്കുന്നത്? ഷഹാദത്തിനുള്ള അഹ്ലുകാരായിട്ട് പരിഗണിക്കുന്നത്. ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുട്ടികളോടുള്ള ഹലാനത്ത് അല്ലെങ്കിൽ തർബിയത്ത് എന്നുള്ള വിഷയത്തിലൊക്കെ സ്ത്രീകളുടെ ഷഹാദത്തും പരിഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും സ്ത്രീകളെ തഴയുന്നതല്ല, മറിച്ച് അവരാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാക്ഷി നിൽക്കാൻ സ്ത്രീകളെ പുരുഷന്മാർ ഏൽപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ 2 പുരുഷന്മാർ സാക്ഷി നിന്നാലേ ത്വലാഖ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഇഖ്റാർ സ്ഥിരപ്പെടുകയുള്ളൂ. വലാബിൽ അബീദി വലു സുലഹാ, സ്വാലിഹ്യങ്ങളായിട്ടുള്ള അടിമയെ കൊണ്ടാണെങ്കിലും എന്ത് ശരിയാവുകയില്ല? ഷഹാദത്ത് ശരിയാവുകയില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അബ്ദ് എന്ന് പറഞ്ഞാൽ അവൻ നുണ പറഞ്ഞാലും യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. ഓക്കെ, കാരണം അവന് ആദ്യമേ ഒരു നസബോ തറവാടിത്തമോ ഒക്കെ ഇല്ലാത്തവരായിരിക്കും, മറ്റുള്ള നാടുകളിൽ നിന്നും വന്നവനായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ വലു സുലഹ സ്വാലിഹ്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയാലും ശരി, അബീദുകളെ കൊണ്ട് അടിമകളെ കൊണ്ട് ഷഹാദത്ത് തിന്നാലും അത് ശരിയാവുകയില്ല. വലാബിൽ ഫുസാഖ്, നമുക്കറിയാവുന്നതാണ് അദിലിൻ്റെ ഓപ്പോസിറ്റാണ് ഫുസാഖ്, അതായത് തെമ്മാടികളെ കൊണ്ടും ആ ഷഹാദത്ത് റെഡിയാവുകയില്ല. വലോ കാനൽ ഫിസ്ഖു ബിഇഖ്റാജി മക്തൂബത്തിൻ അൻ വഖ്തിഹാ ബിലാ ഉദ്രിൻ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. ഒരു നിസ്കാരം അത് ഖളാ ആക്കിയാൽ വരെ ഫാസിഖായി പോകുന്നതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് ശ്രദ്ധിക്കുക. വലോ കാനൽ ഫിസ്ഖു, ആ ഫിസ്ഖ് ആണെങ്കിലും ശരി, ബിഇഖ്റാജി മക്തൂബത്തിൻ നിർബന്ധമായിട്ടുള്ള ഒരു നിസ്കാരം പുറപ്പെടുവിച്ചത് കൊണ്ടാണെങ്കിലും ശരി, അൻ വഖ്തിഹ അതിൻ്റെ സമയത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ ളുഹറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാതെ അതിനെ അസ്റിൽ നിസ്കരിച്ചാൽ വരെ
ഫിസ്ക് ഉണ്ടാകാവുന്നതാണ്. ബിലാ ഉദ്രിൻ ഒരു കാരണവുമില്ലാതെ പുറപ്പെടുവിക്കുന്നത് എന്നർത്ഥം. എന്തെങ്കിലും കാരണമോ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്തിപ്പിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരം വരെ ഖളാ ആക്കുന്നത് മൂലമാണ് ഒരാൾ ഫാസിഖാവുന്നത് എങ്കിലും അവൻ്റെ ഷഹാദത്തും സ്വീകാര്യയോഗ്യമല്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും എന്ത് വേണം? ഷഹാദത്ത് നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. വയുഷ്തറത്തു ലിൽ അദാഇ വൽ ഖബൂലി. ഓക്കെ, വയുഷ്തറത്തു ഷർത്താക്കപ്പെട്ടിരിക്കുന്നു ലിൽ അദാഇ വൽ ഖബൂലി, ത്വലാഖിൻ്റെ ഷഹാദത്ത് നിർവഹിക്കാനും അത് സ്വീകരിക്കാനും. എന്ന് പറഞ്ഞാൽ രണ്ട് പേർ വന്നിട്ട് സെയ്ദ് ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സാക്ഷി പറയാനും ഖാളി ആ ഒരു സാക്ഷിത്തരം അവരിൽ നിന്നും സ്വീകരിക്കാനും ഷർത്താണ് അയ്യസ്മഅഹു, ആ രണ്ട് സാക്ഷികളും ആ ത്വലാഖിൻ്റെ വചനത്തെ കേൾക്കണം എന്ന് മാത്രമല്ല വയുബ്സിറൽ മുത്തല്ലിഖ ഹീന നുത്ഖ് ബിഹി, ആ ത്വലാഖ് കൊണ്ട് ഉച്ചരിക്കുന്ന അവസരത്തിൽ മുത്തല്ലിഖായിട്ടുള്ള ആ സെയ്ദിനെ അവർ രണ്ടുപേരും കാണുക കൂടി വേണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ അത് നടന്നിട്ടുണ്ട് എന്ന് ഈ രണ്ട് പേർ വന്നിട്ട് സാക്ഷി നിൽക്കൽ ജായിസാവുകയുള്ളൂ, അത് സ്വീകരിക്കാനും ആ ഖാളിയാർക്ക് ജായിസാവുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു തഹമ്മുലുഹുമ ഷഹാദത, ആ രണ്ട് സാക്ഷികളും ആ ഷഹാദത്തിനെ വഹിക്കൽ, അതിനെ നിർവഹിക്കൽ സ്വഹീഹാവുകയില്ല. ഇഅ്തിമാദൻ അല സൗത്തി, ആ സെയ്ദിൻ്റെ സൗത്തിൻ്റെ മേൽ അവലംബിച്ചുകൊണ്ട് മിൻ ഗൈരി അൻ യറയൽ മുത്തല്ലിഖ, മുത്തല്ലിഖായിട്ടുള്ള സെയ്ദിനെ അവർ കാണാതെ എന്നർത്ഥം. അതായത് അവർ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ത്വല്ലഖ്തുകി എന്ന് കേട്ടു, അതവർക്ക് കേട്ടപ്പോൾ അവർക്ക് തോന്നിയത് എന്താണ്? സെയ്ദിൻ്റെ തന്നെ ഉച്ചാരണമായിട്ടാണ്, ശബ്ദമായിട്ടാണ്. അപ്പോൾ അതിനവലംബിച്ചുകൊണ്ട് അവർ എന്ത് സാക്ഷി നിൽക്കാൻ പാടില്ല? സെയ്ദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സാക്ഷി നിൽക്കാൻ പാടില്ല. ലി ജവാസ് ഇഷ്തിബാഹിൽ അസ്വാത്തി, ശബ്ദങ്ങൾ സാദൃശ്യമുണ്ടാകാൻ സാധ്യതയുണ്ടായത് കാരണത്താൽ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അംറിന് സെയ്ദിൻ്റെ തന്നെ ശബ്ദമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ശബ്ദമായിട്ട് നമുക്ക് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തല്ലിഖിനെ, അതായത് സെയ്ദിനെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് പേർ മാത്രമേ അതിന് അവൻ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ സാക്ഷി നിൽക്കാൻ പാടുള്ളൂവെന്നർത്ഥം. ഓക്കെ, എന്ന് മാത്രമല്ല വഅയ്യുബയ്യിന, ഇനി അദാഇനും ഖബൂലിനും മറ്റൊരു ഷർത്ത് കൂടിയുണ്ട്. വഅയ്യുബയ്യിന, ആ രണ്ട് പേരും വിശദീകരിക്കുകയും വേണം. ലഫ്ള സൗജി മിൻ സരീഹിൻ ഔ കിനായത്തിൻ, ആ ഭർത്താവ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള, അത് ത്വലാഖിൻ്റെ സ്വരീഹായ പദമാവട്ടെ കിനായത്തായിട്ടുള്ള പദമാവട്ടെ, ആ ലഫ്ള് എന്താണ് എന്ന് ഈ രണ്ട് സാക്ഷിമാരും വിശദീകരിക്കുക കൂടി വേണം. അതുകൂടി ഷർത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു സാക്ഷി നിൽക്കുകയാണ് എങ്കിലും അവിടെ ഒരു വാദിയും ഉണ്ടാകും പ്രതിയും ഉണ്ടാകും. ഓക്കെ, അതെന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഭർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. ഭാര്യയും പറയുന്നത് അത് തന്നെയാണ് എങ്കിൽ, ഭാര്യ പറയുന്നത് സെയ്ദ് തന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, ഭർത്താവും പറയുന്നത് ഞാൻ ഇന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നാണെങ്കിൽ പിന്നീട് അവിടെ ഒരു സാക്ഷിയുടെയും ആവശ്യമില്ല, ത്വലാഖ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവർ രണ്ടുപേരും ത്വലാഖാണ് എന്ന് വെക്കുന്നതാണ്. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഒരു സാക്ഷിയുടെ ആവശ്യമുണ്ടാകുന്നത്? ഭർത്താവ് പറയുന്നു ഞാൻ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എന്ന്, ഭാര്യ പറയുന്നു ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന്. ഓക്കെ, ഇങ്ങനെ തർക്കം വരുന്ന അവസരത്തിലാണ് ത്വലാഖ് അല്ലെങ്കിൽ അതിൻ്റെ ഇഖറാറ് എന്താക്കേണ്ടി വരുന്നത്? സ്ഥിരപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പോഴാണ് സാക്ഷികളെ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ ഇവിടെ ഒരു വാദിയും ഉണ്ടാകും പ്രതിയും ഉണ്ടാകും. ഈ വാദിയോ പ്രതിയോ കൊണ്ടുവരുന്ന, അവരുടെ വാദത്തിന് കൊണ്ടുവരുന്ന സാക്ഷികൾ ഒരിക്കലും എന്താകാൻ പാടില്ല? അവരുടെ കുടുംബത്തിൽപ്പെട്ട, അവരുടെ ഉറ്റ കുടുംബക്കാരാകാൻ പാടില്ല. അതായത് ഈ വാദിയുടെയോ പ്രതിയുടെയോ ഉപ്പയോ മകനോ ഒന്നും ആകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെയായാൽ ഇസ്ലാമിക കോടതി അത് അംഗീകരിക്കുന്നില്ല. ഇനി അതുതന്നെ ഫീ നിക്കാഹിൻ ഔ അൻകിഹത്തിൻ, ആ 3 ത്വലാഖും നടന്നിട്ടുള്ളത് ഒറ്റ നിക്കാഹിലാവട്ടെ പല നിക്കാഹുകളിലായിട്ടാവട്ടെ. അതായത് സെയ്ദ് ആയിഷയെ ഒരു നിക്കാഹ് ചെയ്തു, അതിനുശേഷം അന്തി ത്വാലിഖുൻ സലാസൻ എന്ന് പറയട്ടെ, അല്ലെങ്കിൽ സെയ്ദ് ആയിഷയെ ഒരു പ്രാവശ്യം വിവാഹം ചെയ്തു എന്നിട്ട് അന്തി ത്വാലിഖുൻ എന്ന് പറഞ്ഞു. ആ ഒറ്റ ത്വലാഖിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ഇദ്ദയിരുന്ന് കഴിഞ്ഞതിന് ശേഷം സെയ്ദ് അവളെ വീണ്ടും മറ്റൊരു നിക്കാഹിലൂടെ സ്വന്തമാക്കിയെന്ന് കരുതുക. അങ്ങനെ
വീണ്ടും ഒരു ത്വലാഖ് കൂടി ചൊല്ലി, അങ്ങനെ അതിൻ്റെ ഇദ്ദ കാലാവധി കഴിഞ്ഞ് ബാഇനത്തായതിന് ശേഷം സെയ്ദ് മറ്റൊരു നിക്കാഹിലൂടെ വീണ്ടും അവളെ സ്വന്തമാക്കി പിന്നീട് ത്വലാഖ് ചൊല്ലി. ഇങ്ങനെയാണ് പല നിക്കാഹുകളിലൂടെ 3 ത്വലാഖ് ഉണ്ടാകുന്നത്. എങ്ങനെയായാലും ഒരാൾ തൻ്റെ ഭാര്യയെ 3 ത്വലാഖ് ചൊല്ലി, അടിമയാണെങ്കിൽ 2 ത്വലാഖ് ചൊല്ലി, അങ്ങനെയെങ്കിൽ ആ ഭാര്യയെ വീണ്ടും നിക്കാഹ് ചെയ്യൽ ഹറാമാണ്. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അവനല്ലാത്ത മറ്റൊരു ഭർത്താവിനെ ആ സ്ത്രീ വിവാഹം ചെയ്യുന്നത് വരെ. നമ്മുടെ ഉദാഹരണത്തിൽ അംർ അവളെ വിവാഹം കഴിക്കുന്നത് വരെ. അതുതന്നെ ബി നിക്കാഹിൻ സ്വഹീഹിൻ, ശരിയായിട്ടുള്ള നിക്കാഹായിരിക്കണം, ശറഅ് അംഗീകരിച്ച രീതിയിലുള്ള ഷർത്തും കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള നിക്കാഹായിരിക്കണം എന്ന് മാത്രമല്ല, സുമ്മ യുത്വല്ലിഖഹ, പിന്നീട് ആ രണ്ടാമത്തെ ഭർത്താവ് സൗജൻ ഗൈറഹു എന്ന് പറഞ്ഞ ഭർത്താവ് അവളെ ത്വലാഖ് ചൊല്ലുന്നത് വരെയും വതൻഖദിയ ഇദ്ദതുഹാ മിൻഹു, ആ രണ്ടാം ഭർത്താവിൽ നിന്നുള്ള അവളുടെ ഇദ്ദ കഴിയുന്നത് വരെയും. കമാ ഹുവ മഅലൂമുൻ, ഇപ്പോൾ ശറഹിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത് തന്നെയാണല്ലോ. അതായത് ഹത്താ തൻകിഹ എന്ന് മാത്രമേ മത്തിനിലുള്ളൂ. അപ്പോൾ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ചാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ കഴിയൂല? സെയ്ദിനെ അവളെ വിവാഹം ചെയ്യാൻ കഴിയൂല. മറിച്ച് അവർ തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധം ഒഴിവാകണം, എന്നിട്ട് അവളുടെ ഇദ്ദയും കഴിയണം. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കമാ ഹുവ മഅലൂമുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹത്താ തൻകിഹ, ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു അവർ തമ്മിൽ വത്ത് സംഭവിക്കണമെന്ന്. ആ വത്തിനെയാണ് ഞാൻ അടുത്തത് വിശദീകരിക്കുന്നത്. വയൂലിജ ബിഖുബുലിഹ ഹഷ്ഫത മിൻഹു, വയൂലിജ, ആ രണ്ടാമത്തെ ഭർത്താവ് പ്രവേശിപ്പിക്കുകയും വേണം. ബിഖുബുലിഹ, അവളുടെ മുൻദ്വാരത്തിൽ, ഹഷഫത മിൻഹു, അവനിൽ നിന്നുള്ള ഹഷ്ഫയെ. ഓക്കെ, ഹഷ്ഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ലിംഗത്തിൻ്റെ അഗ്രഭാഗം അവളുടെ ഖുബുലിൽ പ്രവേശിക്കുകയും വേണം. ഔ ഖദ്റഹ മിൻ ഫാഖിദിഹ, ഇനി ഒരാൾക്ക് ഹഷ്ഫ ഇല്ല എങ്കിൽ ആ ഹഷ്ഫയുടെ ഖദ്ർ എത്രയാണോ ആ ഖദ്ർ അവളുടെ ഖുബുലിൽ പ്രവേശിപ്പിക്കണം. മഅഫ്തിലാലിൽ ബിക്രിൻ, ഇനി ആ സ്ത്രീ ഒരു ബിക്റാണ് എങ്കിൽ, അതായത് കന്യാചർമ്മം പൊട്ടിപ്പോകാത്ത സ്ത്രീയാണ് എങ്കിൽ അത് പൊട്ടിക്കുന്ന രൂപത്തിലായിരിക്കണം ആ ഖുബുലിൽ ദക്കറിനെ പ്രവേശിപ്പിക്കേണ്ടത്, ഹഷ്ഫ പ്രവേശിപ്പിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ,